ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ GCC രാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളും ഈ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യം ഭാരതം ഈ പ്രതിസന്ധിയെ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ ആക്രമണം മൂലം ഖത്തർ സമ്പൂർണ്ണമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണെന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിന് ഗ്യാസ് വിതരണം ചെയ്യുന്ന പ്ലാന്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഖത്തർ എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയെയും ഇത് ബാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും കൂടെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഇന്ത്യയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദക രാജ്യമായിട്ടുള്ള ഖത്തർ ഇന്ത്യയിലേക്കുള്ള ദ്രവീകൃത പ്രകൃതിവാതക LNG കയറ്റുമതിയിൽ 40% വരെ വലിയ കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്കും ഗ്യാസ് പ്ലാന്റുകൾക്കും നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഖത്തറിന് ഈ തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഖത്തറിലെ രണ്ട് പ്രധാന ഊർജ്ജ നിലയങ്ങളായിട്ടുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, മിസൈദ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണങ്ങൾ വളരെ ശക്തമായതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ ഖത്തറിന് അവിടെ ഗ്യാസ് പ്ലാന്റുകളിലെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ പ്ലാന്റുകൾ അടച്ചുപൂട്ടുന്നത് ആഗോള ഗ്യാസ് വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള വലിയൊരു ഭാഗത്തിനും ഖത്തറിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യ പ്രതിവർഷം ഏകദേശം 27 ദശലക്ഷം ടൺ LNG ഇറക്കുമതി ചെയ്യുന്നു. അതിൽ 40% ഖത്തർ മാത്രമാണ് നൽകുന്നത്. വൈദ്യുതി ഉൽപ്പാദനം, വളം ഉൽപ്പാദനം, CNG വിതരണം, വീടുകളിലേക്കുള്ള പൈപ്പ് ഗ്യാസ് കണക്ഷൻ എന്നിവയ്ക്കാണ് ഈ വാതകം ഉപയോഗിക്കുന്നത്. വിതരണത്തിലെ കുറവ് മൂലം CNG ചില്ലറ വിൽപ്പനയ്ക്കുള്ള ഫ്ലോ റേറ്റ് നിലനിർത്താൻ ഗ്യാസ് മാർക്കറ്റർമാർ ഇപ്പോൾ വ്യവസായങ്ങൾക്ക് നൽകുന്ന വാതകത്തിന്റെ അളവ് 10 മുതൽ 40% വരെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്കിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഷിപ്പിംഗ് ഏതാണ്ട് സ്തംഭിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ LNG വിതരണത്തിന്റെ 54%, അസംസ്കൃത എണ്ണയുടെ 50% കടന്നുപോകുന്ന ഒരു സുപ്രധാന കടൽപാതയാണിത്. കയറ്റുമതിയിലെ തടസ്സം ഇൻഷുറൻസ്, ഗതാഗത ചെലവുകൾ കുതിച്ചുയരാൻ കാരണമാകുന്നു. സ്പോട്ട് മാർക്കറ്റിൽ ഗ്യാസിന്റെ വില ഇപ്പോൾ 1 ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU $25 ഉയർന്നു. ഇത് സാധാരണ നിരക്കിന്റെ ഇരട്ടിയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്ത്യ മറ്റ് ഓപ്ഷനുകൾ തേടാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ഗെയിൽ, ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ നിലവിൽ ഗ്യാസ് ക്ഷാമം പരിഹരിക്കുന്നതിനായി സ്പോട്ട് മാർക്കറ്റ് തേടുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര വിലയിലെ വർധനവ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വച്ചേക്കാം എന്നുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഖത്തറിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രതിസന്ധി കാരണം ഇന്ത്യയിലെ ഗ്യാസ് കമ്പനികൾ വ്യവസായങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം 40% കുറച്ചു എന്നുള്ളത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ടാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഇറക്കുമതിക്കാരായിട്ടുള്ള ഖത്തർ ഗ്യാസ് വിതരണ നിർബന്ധിത നിയന്ത്രണം പ്രഖ്യാപിച്ചു. ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഉൽപ്പാദനം നിർത്തിവെച്ചതിനാലാണ് ഈ നടപടി സ്വീകരിച്ചത്. ഇന്ത്യ പ്രതിവർഷം 27 ദശലക്ഷം ടൺ ദ്രവീകൃത പ്രകൃതിവാതകം ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിൽ 40% ഖത്തറിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് തന്നെ ഖത്തർ 40% അത് കുറച്ചതിന് പിന്നാലെ ഇന്ത്യയും 40% വ്യവസായങ്ങളിലേക്കുള്ള പ്രകൃതിവാതകം കുറച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.